തിലകൻ അനുസ്മരണ സമിതിയുടെ സംസ്ഥാന ഏകാഭിനയ പ്രതിഭാ പുരസ്കാരം എം ഉത്തരയ്ക്ക് സമ്മാനിച്ചു. ചടങ്ങ് നടൻ വിനോദ് കോവൂർ ഉദ്ഘാടനം ചെയ്തു. സിനിമാ നാടക പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു. തിലകൻ അനുസ്മരണ സമിതിയുടെ സംസ്ഥാന ഏകാഭിനയ പ്രതിഭാ പുരസ്കാരം എം ഉത്തരയ്ക്ക് നടന്മാരായ വിനോദ് കോവൂർ, വിജയൻ കാരന്തൂർ, ജയരാജൻ കോഴിക്കോട് എന്നിവർ സമ്മാനിച്ചു. തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ആളുകൾ ഈ ഒരു ചെറിയ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് തിലകൻ ചേട്ടനോടുള്ള ഇഷ്ടവും ബഹുമാനവും ആരാധനയും ഒക്കെ കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനൊരു മത്സരം നടത്തണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് ഞാനാണ്. നമ്മളിങ്ങനെ വെറുതെ മീറ്റിംഗ് കൂടി പിരിഞ്ഞാൽ പോരാ. തിലകൻ ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് ഒരു പുരസ്കാരം എല്ലാ വർഷവും ഒരു അഭിനേതാവിന് അല്ലെങ്കിൽ ഒരു അഭിനേത്രിക്ക് നൽകണം എന്ന് ഞാനൊരു മീറ്റിങ്ങിൽ പറയുകയുണ്ടായി. അങ്ങനെയാണ് ഒരു ഏകാഭിനയ മത്സരം നടത്താം എന്നുള്ള തീരുമാനം വന്നത്. അതിൽ ഒത്തിരി പേര് പങ്കെടുത്തു. കുറേ പേര് നമുക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. അതിൽ നല്ല സ്ക്രിപ്റ്റുകൾ മാത്രം എടുത്ത് ബാക്കിയുള്ളവർക്ക് പെർഫോം ചെയ്യാൻ പറഞ്ഞു. അതിലാണ് നമ്മുടെ ഉത്തര ഏറ്റവും മനോഹരമായ പ്രകടനം കാഴ്ചവെച്ച് ഏകാഭിനയ പ്രതിഭ ആയിട്ട് മാറിയത്. സംസ്ഥാന പ്രസിഡന്റ് ജഗത്മയിൽ ചന്ദ്രപുരി അധ്യക്ഷനായിരുന്നു. നടി VP അനുപമ, M രാജൻ, സ്റ്റെർവിൻ ഡിക്രൂസ്, സിന്ധു സൈമൺ, കമലാക്ഷൻ മാവില, വീണ ഗോപാലൻ കൊട്ടാരക്കര, ഷെറീന പാലോട്, രാധാകൃഷ്ണൻ പൂവത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ